അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ശഅബാൻ 19 ദിവസത്തെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധമായ ശഅബാനു ഷരീഫ് നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമദാനിലേക്ക് നാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളുടെ തെറ്റുകളൊക്കെ മാപ്പാക്കണേ അല്ലാ, നീ പൊരുത്തപ്പെട്ട അടിയാറുകൾ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ. ഹൃദയം ശുദ്ധിയാക്കി തരണേ, ഈമാന് പൂർണ്ണമാക്കി തരണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ, കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ, ആഫിയത്തുള്ള നിന്റെ പൊരുത്തത്തിനും ത്വാത്തിനുമായുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് അവർക്ക് നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ പല വിഷമങ്ങളും പ്രയാസങ്ങളും മുറാദുകളും അല്ലാ പല സങ്കടങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിച്ചു കൊടുക്കണേ, വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ, ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കണേ. ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ ദുആ വസിയ്യത്ത് ചെയ്തതെങ്കിൽ ആ കാര്യം പെട്ടെന്ന് റാഹത്തിലാക്കി കൊടുക്കണേ. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അല്ലാ, ഉമ്മമാർ, സഹോദരിമാർ, വലിയ ഖൈർ അവർക്ക് നൽകണേ, ബറക്കത്ത് നൽകണേ, അവരുടെ കുടുംബ ജീവിതത്തിലൊക്കെ റാഹത്ത് നൽകണേ അല്ലാ. കാര്യങ്ങളൊക്കെ വിജയത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ നീ വിജയികളിൽ പെടുത്തണേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായി ചൊല്ലാം. അറിയുന്നവരിലേക്കോ ഷെയർ ചെയ്തു കൊടുക്കുക, അവസാനം വരെ പങ്കെടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അല്ലാഹു നമുക്ക് വലിയ ഖൈർ നൽകട്ടെ. ആദ്യമായി ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശഅബാൻ 19 മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഫാത്തിഹ ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിൻ്റെ സവാബിൻ്റെ മിസ്ലെ ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശഅബാൻ 19 മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെ അർവാഹിലേക്കും എത്തിക്കണേ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ 100ാം വാർഷികം നടക്കുകയാണ്. കഴിയുന്നവരൊക്കെ അവിടേക്ക് പോകണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആ ജനസാഗരത്തിൽ ഒരു കണ്ണിയാവാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കം സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകി വഫാത്തായി പോയ എല്ലാ മഹാന്മാരായ ഔലിയാക്കന്മാര്, പണ്ഡിതന്മാരുടെ ഹളറത്തിലേക്കും എത്തിക്കണേ. അവരുടെയൊക്കെ ദർജ ഉയർത്തണേ. അവരുടെയൊക്കെ തണലും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ഹളറത്തിലേക്കും എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഈ ശഅബാൻ മാസത്തിൽ മരണപ്പെട്ടു പോയ ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരോട് ബന്ധപ്പെട്ടവർ ചിലരുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ, ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ, ജന്നാത്തുൽ ഫിർദൗസിന്റെ ഗിരികാരിൽ അവരെയും ഞങ്ങളെയും പെടുത്തണേ അല്ലാ. പടച്ചവനെ, സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ ഖൈറിലും നിന്റെ പൊരുത്തത്തിലുമാക്കി തരണേ. മനസ്സിന് വലിയ ഹിമ്മത്തും റാഹത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി, നമുക്ക് ഈ ദിവസത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള ഹിഫ്ള് ലഭിക്കാൻ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. കബൂലാക്കണേ റബ്ബേ. ഞങ്ങൾ ഓതിയ ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ശർറായ ഖലാഇനെ തൊട്ടും ഞങ്ങൾക്ക് ഏവർക്കും കാവൽ നൽകണേ അല്ലാ. എല്ലാ ഫിത്നകളെ തൊട്ടും കാവൽ നൽകണേ അല്ലാ. സാഹിരീങ്ങളിൽ നിന്നും ആയിനീങ്ങളിൽ നിന്നും ളാലിമീങ്ങളിൽ നിന്നും ഹാസദീങ്ങളിൽ നിന്നും എല്ലാ ശർറുകാരിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും കാക്കണേ അല്ലാ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന നല്ല ഇഖ്ലാസോടുകൂടെ സ്ക്രീനിൽ നോക്കിയിട്ട് കൂടെ ചൊല്ലിക്കോളൂ. വളരെ അർത്ഥവത്തായൊരു പ്രാർത്ഥനയാണ്. അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ وأنت راض عنا يا رحيم. اللهم اجعل شهر شعبان شهر خير وبركة وغفران واجعله لنا مفتاحا للقرب منك والطاعة لك وتقبل منا صالح الأعمال. اللهم طهر قلوبنا وزكي نفوسنا وأعنا على ذكرك وشكرك وحسن عبادتك يا أرحم الراحمين. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഒരു തവണ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്തുകൾ പാരായണം ചെയ്യാം. ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്ത്, അത് ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്താൽ 70,000 മലക്കുകളുടെ പ്രാർത്ഥന അവനിക്ക് ലഭിക്കുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ. ഈ ശ്രേഷ്ഠമായ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ. മഹാന്മാരായ മലായികത്തുകളുടെ പ്രാർത്ഥനയിൽ സാധുക്കളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. സജ്ജനങ്ങളായ ആളുകളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് പരിശുദ്ധമായ ശഅബാനിൽ പ്രാർത്ഥിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ശ്രേഷ്ഠമായ പ്രാർത്ഥന നടത്താം. അത് റജബിൽ മാത്രമല്ല, ശഅബാൻ കഴിയുന്നത് വരെ ആ പ്രാർത്ഥന നമ്മൾ നടത്തണം. റജബിൽ എങ്ങനെയായിരുന്നോ നമ്മൾ അറിഞ്ഞിരുന്നത്, അതേപോലെ തന്നെ ശഅബാൻ കഴിയുന്നത് വരെ ആ പ്രാർത്ഥന നടത്തണം. ആ ശ്രേഷ്ഠമായ പ്രാർത്ഥന നമുക്ക് 33 തവണ ചൊല്ലാം. അല്ലാഹു നമുക്ക് സ്വീകാര്യം നൽകട്ടെ. بسم الله الرحمن الرحيم. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 اللهم بارك لنا في رجب وشعبان وبلغنا رمضان.
اللهم بارك لنا في رجب وشعبان وبلغنا رمضان 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 അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണയിൽ, വീട്ടിൽ എല്ലാ കാര്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. വിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റബ്ബേ. ആഫിയത്തോടെ, തഖ്വയോടെ, ഈമാനോടെ എത്തിക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാനിന്റെ മനോഹരമായ ഇന്നത്തെ ദിവസം ഏതാനും ശ്രേഷ്ഠമായ സൂറത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം. വളരെ മഹത്വമുള്ള, വളരെ ഫലങ്ങളുള്ള കാര്യങ്ങളൊക്കെ വിജയത്തിലായി കിട്ടാൻ പ്രാപ്തമായ ശ്രേഷ്ഠമായ സൂറത്തുകളാണ്. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് 6 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ 2 ഖത്മ് തീർത്തതിനോട് തുല്യമാണ്. കബൂലാക്കണേ അല്ലാ. ശ്രേഷ്ഠമായ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പൂർണ്ണമായ ഈമാൻ നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 4 തവണ സൂറത്തുൻ നസ്ർ നമുക്ക് പാരായണം ചെയ്യാം. അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ പ്രാപ്തമായ സൂറത്താണ്. 4 തവണ സൂറത്തുൽ നസ്ർ പാരായണം ചെയ്താൽ ഖുർആൻ ഖത്മ തീർത്തതിനോട് തുല്യമാണ്. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ فسبح بحمد ربك واستغفره إنه كان توابا. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നിന്റെ സഹായം നൽകണേ അല്ലാ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനേ.
പടച്ചോനെ, കടങ്ങൾ ഒരുപാടുണ്ട്, വീട്ടാനുള്ള എല്ലാ വഴികളും തുറന്നു തരണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് 4 തവണ സൂറത്തുൽ കാഫിറൂന പാരായണം ചെയ്യാം. സൂറത്തുൽ കാഫിറൂന 4 തവണ പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവനും ഖത്മ് ചേർത്തതിന് തുല്യമാണ്. അള്ളാഹു കബൂലിയത്ത് നൽകട്ടെ. അള്ളാഹു ഈ സൂറത്തുൽ കാഫിറൂന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ. സൂറത്തുൽ കാഫിറൂനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ഈമാൻ പരിപൂർണമാക്കി തരണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലും ത്വാഅത്തിലുമായി ദീർഘായുസ് ഞങ്ങൾക്ക് ആഫിയത്തോടെ നൽകണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് 3 തവണ വീതം സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും പാരായണം ചെയ്യാം. കണ്ണേറിൽ നിന്ന്, സിഹ്റിൽ നിന്ന്, മറ്റുള്ള എല്ലാ സൃഷ്ടികളിൽ നിന്നുമുള്ള ഷർറുകളിൽ നിന്ന് കാവല് കിട്ടാൻ, വസ്വാസിൽ നിന്ന് കാവല് കിട്ടാൻ വളരെ ഫലവത്തായ 2 സൂറത്തുകളാണ്. ഓതിക്കോളൂ. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ. ശ്രേഷ്ഠമായ ഈ 2 സൂറത്തുകളുടെ ബറക്കത്ത് കൊണ്ട് സിഹറിനെ തൊട്ട് ഞങ്ങൾക്ക് കാവൽ നൽകണേ, കണ്ണേറിനെ തൊട്ട് കാവൽ നൽകണേ, ഫിത്നകളെ തൊട്ട് കാവൽ നൽകണേ, പൈശാചികമായ എല്ലാ വസ്വാസിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും കാവല് നൽകണേ അല്ലാ. നിന്റെ ഹിഫ്ള് എപ്പോഴും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് ഈ ശഅബാനിൽ ചൊല്ലേണ്ടതായ ശ്രേഷ്ഠമായ ദിക്ർ, ആ ദിക്ർ ചൊല്ലിയാൽ 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലി അല്ലാഹു നൽകും. അത്രയും പവറുള്ള ദിക്റാണ്. അതിലൂടെ ഭൗതികവും ഉഖ്റവിയുമായ നേട്ടങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. നല്ല ഈമാനും തഖ്വയും അല്ലാഹു നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. കാര്യങ്ങളിലൊക്കെ അല്ലാഹു വിജയം നൽകും. ആ ശ്രേഷ്ഠമായ ദിക്ർ 33 തവണ നമുക്ക് ചൊല്ലാം. ചൊല്ലിക്കോളൂ മുഅ്മിനീങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ
لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين تقبل الله പടച്ചോനെ ശ്രേഷ്ഠമായി ദിക്ർ ചൊല്ലിയാൽ 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലി പടച്ചോ നൽകുമെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹ് ആ കൂലി ഈ പാപികളായ ആ കൂലി സാധുക്കളായ ഞങ്ങൾക്ക് നീ പൂർണ്ണമായി നൽകണേ റബ്ബേ. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ. വിഷമങ്ങളൊക്കെ തീർത്ത് തരണേ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണം അല്ലാ, കടങ്ങളൊക്കെ വീട്ടിത്തരണേ റബ്ബേ, കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരണേ, നല്ല ഈമാനും തഖ്വയും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് ശ്രേഷ്ഠമായ ദിക്റുകൾ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ ആളുകൾ ഔലിയാക്കന്മാരൊക്കെ ചൊല്ലിയ ശ്രേഷ്ഠമായ ഓരോ ദിക്റുകളും 40 തവണ വീതം ചെല്ലാം. റബ്ബ് തആല നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജദ്ദിദു ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله സ്വീകരിക്കണേ റബ്ബേ ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി റബ്ബേ അഫ്ളൽ സിക്ർ കബൂലാക്കണേ പടച്ചോനെ ഞങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഞങ്ങളുടെ അവസാനത്തെ വാക്ക് മനസ്സറിഞ്ഞുകൊണ്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയാക്കി തരണേ റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ ഖൈറിലാക്കി തരണേ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ മനസ്സിന് റാഹത്ത് നൽകണേ അല്ലാ കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണേ റബ്ബേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് ഇസ്തിഗ്ഫാറിന്റെ മാസമായ പരിശുദ്ധമായ ശഅബാനിൽ അള്ളാഹുവിനോട് റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന ചിന്തയോടുകൂടി 40 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാം ഇസ്തിഗ്ഫാറിനെ തേടാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം أستغفر الله العظيم 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 അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ പുറത്തു തരണേ റബ്ബേ ഹൃദയത്തെ നീ പരിശുദ്ധമാക്കണേ അല്ലാ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാ മനസ്സിന് നല്ല ഹിമ്മത്തും തഖ്വയും നൽകണേ റബ്ബേ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരണേ അല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് അസ്മാഉൽ ഹുസ്നയിലെ ഒരുപാട് ഫലങ്ങളുള്ള മുറാദുകളൊക്കെ ഹാസിലായി കിട്ടാൻ വളരെ ഫലവത്തായ ദിക്ർ കാര്യങ്ങളൊക്കെ റാഹത്തിലായി കിട്ടാൻ വളരെ ഫലവത്തായ ദിക്ർ 40 തവണ ചൊല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാദൽ ജലാലി വൽ ഇക്റാം 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 യാദൽ ജലാലി വൽ ഇക്റാം
يا ذا الجلال والإكرام 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 إلهي أنت مقصودي ورضاك مطلوبي അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ശ്രേഷ്ഠമായി ദിക്ർ കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാ. ജീവിതത്തിലും കുടുംബത്തിലും വീട്ടിലും ബറക്കത്ത് നൽകണേ അല്ലാ. മനസ്സിന് നല്ല ഹിമ്മത്തും ഈമാനും തഖ്വയും നൽകണേ അല്ലാ. എല്ലാ ഫിത്നകളിൽ നിന്നും ശർറുകളിൽ നിന്നും കാവല് നൽകണേ റബ്ബേ. ശഅബാൻ കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ശ്രേഷ്ഠമായ തസ്ബീഹ് ചൊല്ലാം. ഒരാൾ ഒരു വട്ടം ആ തസ്ബീഹ് ചൊല്ലിയാൽ സ്വർഗത്തിൽ അവനിക്ക് വേണ്ടി ഒരു ചെടി അല്ലാഹു നടുന്നതാണ്. ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. സ്വീകരിക്കണേ റബ്ബേ. ഈ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ നിറച്ചു തരണേ. തഖ്വ നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളോട്, മഹാന്മാരോട്, മഹാന്മാരായ പണ്ഡിതന്മാരോട്, ദീനിനോട്, ദീനിന്റെ ശിആറുകളോട് വല്ലാത്ത മഹബ്ബത്ത് ഞങ്ങളുടെ മനസ്സിൽ നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാം. ശഅബാൻ സ്വലാത്തിന്റെ മാസമാണ്. ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തോടു കൂടി ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. എല്ലാത്തിനും സ്വലാത്ത് പരിഹാരമാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ.
بسم الله الرحمن الرحيم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين സ്വീകരിക്കണേ അല്ലാഹ് ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാണ് പരിശുദ്ധമായ ശഅബാൻ 19 ദിവസത്തെ ശ്രേഷ്ഠമായ ദിക്റുകൾ, സൂറത്തുകൾ, സ്വലാത്തൊക്കെ ചൊല്ലിയിട്ടാണ് നാം ഇരിക്കുന്നത്. അള്ളാഹു നമുക്ക് സ്വീകാര്യം നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയുക. നമുക്കൊക്കെ പല വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പടച്ചോനോട് പറഞ്ഞാൽ എല്ലാത്തിനും പരിഹാരം കിട്ടുമെന്ന് തീർച്ചയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا
ولأساتذتنا ولمشايخنا ولأزواجنا ولأولادنا ولأقربائنا ولأحبابنا ولمن أحب وأحسن إلينا ولمن ماتوا منا ولجميع المؤمنين والمؤمنات. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതും ചൊല്ലിയതൊക്കെ സ്വീകരിക്കണേ. ആരംഭ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് അതിന്റെ സവാബിന്റെ മിസ്ലെത്തിച്ചു കൊടുക്കണേ. അല്ലാഹുവേ, ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും എല്ലാ ഉലിയാക്കന്മാരുടെയും ശുഹദാക്കളുടെയും അർവാഹിലേക്ക് എത്തിക്കണേ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാമിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ഉലിയാക്കന്മാരുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ മശായിഖന്മാർ എല്ലാവരുടെയും ഹളറത്തിലേക്ക് പ്രത്യേകം എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവരുടെയൊക്കെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവരുടെ മദതും നുസ്റത്തും പൊരുത്തവും തിരുനോട്ടവും ഞങ്ങൾക്ക് എപ്പോഴും നൽകണേ അല്ലാഹ്. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിന് നീ ഇജാബത്ത് നൽകണേ. ഞങ്ങൾക്ക് നീ സ്വീകാര്യത നൽകണേ. ഞങ്ങളെ നീ ഇഷ്ടപ്പെടണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് തെറ്റ് ചെയ്തവരാണ് അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്ത് തരണേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പൊറുക്കണേ, ഭാര്യ മക്കൾക്ക് പൊറുക്കണേ, ഞങ്ങളുടെ കൂട്ടുകുടുംബക്കാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളൊക്കെ നീ സ്വാലിഹീങ്ങളായ നിന്റെ അടിമകളിൽ ഉൾപ്പെടുത്തണേ. പടച്ചവനെ, നിന്റെ പൊരുത്തം ലഭിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ദാക്കിരീങ്ങളായ ശാക്കിരീങ്ങളായ സ്വാബിരീങ്ങളായ അടിമകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഇബാദത്തിൽ ഞങ്ങൾക്ക് ആവേശം നൽകണേ. ഇബാദത്തിൽ ഞങ്ങൾക്ക് നീ ആനന്ദം നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളോടുള്ള മഹബത്തേറ്റി തരണേ. മഹാന്മാരായ സ്വാലിഹീങ്ങളോട്, ഔലിയാക്കന്മാരോട്, ദീനിന്റെ ഷിയാറുകളോട് ഞങ്ങളുടെ മനസ്സിൽ മഹബത്തേറ്റി തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ശഅബാനിനെ ധന്യമാക്കിക്കൊണ്ട് റമളാനിനെ മനോഹരമായ രൂപത്തിൽ സ്വീകരിച്ച് ധന്യമാക്കാനുള്ള തൗഫീഖും ഈമാനും തഖ്വയും ആഫിയത്തും ആയുസ്സും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങള് അല്ലാഹുവേ, പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പല രോഗങ്ങളും കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട്, വേദനകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പടച്ചോനെ. അവരുടെ രോഗങ്ങളും വേദനകളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ പലരും പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ശിഫ നൽകണേ അല്ലാഹ്. പല വിധത്തിലുള്ള പല മുട്ടുവേദന, ഊരവേദന പോലെയുള്ള പല വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ, സർജറി കഴിഞ്ഞ ആളുകളുണ്ട് റബ്ബേ. പൂർണ്ണമായ ആഫിയത്ത് അവർക്ക് നൽകണേ റഹ്മാനേ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. എത്രയും പെട്ടെന്ന് ഹൈറായൊരു വീട് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. കല്യാണം ശരിയാവാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. പടച്ചവനെ, പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ലാഹിക്കായ സ്വാലിഹായ ഇണ എത്രയും പെട്ടെന്ന് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. അത് വീട്ടാനുള്ള വഴികൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഏവർക്കും നീ തുറന്നു തരണേ റഹ്മാനെ. പണം കൊടുത്തിട്ട് പൈസ തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളൊക്കെ ഭർത്താവിന്റെ അസുഖങ്ങൾ നീ സുഖപ്പെടുത്തി തരണേ. ഞങ്ങളുടെ ഭർത്താവിന്റെ മക്കളുടെയൊക്കെ ജോലികൾ നീ ബർക്കത്ത് നൽകണേ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് റബ്ബേ. അവരുടെ ജോലിയുള്ള പ്രയാസങ്ങള്, നിയമ തടസ്സങ്ങള്, മറ്റെല്ലാ കാര്യങ്ങളും നീ റാഹത്താക്കി കൊടുക്കണേ. പെട്ടെന്ന് ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ റഹ്മാനേ.
അല്ലാഹുവേ നിന്റെ മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും മറുദിയായ സിയാറത്തിനും ഒരുപാട് തവണ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളിലേക്ക് മഹാന്മാരായ ഔലിയാക്കന്മാരിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതം നീ ഖൈറിലാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് തന്ന ആയുസ് നീ ഖൈറിലാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ കണക്കാക്കിയ വല്ല ശർറുമുണ്ടെങ്കിൽ അല്ലാ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ തട്ടിമാറ്റണേ റബ്ബേ. ഖൈറ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാ ഫിത്നകളെ തൊട്ടും ഞങ്ങളെയും കുടുംബത്തെയും മക്കളെയും നീ കാക്കണേ അല്ലാ. മക്കൾക്കൊക്കെ നാഫിയ ഇൽമു വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാ. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ആഫത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേ. ഒരു ഭാഗം കുഴഞ്ഞു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളും തൊന്ന് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല റബ്ബേ. വല്ല രോഗത്തിനെയും അണുക്കൾ ഞങ്ങളിലുണ്ടെങ്കിൽ നീ കരിച്ച് കളയണേ ഷാഫിയായ അല്ലാ. പടച്ചവനെ നിന്റെ പൊരുത്തത്തിലും നിന്റെ ത്വാഅത്തിലുമായിട്ട് ഇസ്സത്തോടെ സലാമത്തോടെയുള്ള ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. ദീനീ ഖിദ്മത്തിലായി ജീവിക്കാൻ തൗഫീക്ക് നൽകണേ. സുന്നത്ത് ജമാഅത്തിന്റെ സേവകനായി ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ മരിക്കൽ ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗ്ഗം കണ്ട് ഹബീബായ തങ്ങളെ കണ്ട് പടച്ചവനെ നല്ല ദിവസം മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ നീ വിജയികളിൽ പെടുത്തണേ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരാളെയും നീ പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ. ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളെയും ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا في شهر رمضان للصيام والقيام وتلاوة القرآن وسائر الخيرات لوجهك الكريم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.